ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൂന്നാറിലേക്കുള്ള ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ കുറേ നാളായി ഞാൻ പറയുന്നു ട്രാവൽ വ്ളോഗ് വരുന്നുണ്ട് എന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും ട്രാവൽ വ്ളോഗ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ അത് ഭയങ്കര ലെങ്ത് ആവും, അല്ലെങ്കിൽ കട്ട് ഷോട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ഷോട്ട് ചെയ്യണ്ട, നമുക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു കേട്ടോ. ഈ കാണുന്നത് ഡെക്കാത്ലോൺ ആണ്, കളമശ്ശേരി ഡെക്കാത്ലോൺ. അപ്പോൾ കൊച്ചിയിലുള്ളവർക്കെല്ലാം അറിയായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം അവിടേക്കാണ് പോകുന്ന വഴി പോയത്. അവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മിസ്സിങ് ആയിരുന്നു. ഒരു പെയർ സോക്സ്, പിന്നെ ഒരു ജാക്കറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്ന് വാങ്ങി. അതുപോലെ നമ്മളിങ്ങനെ ട്രാവൽ പർപ്പസിനൊക്കെ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഡെക്കാത്ലോണിലുണ്ട് കേട്ടോ. അത് ട്രെക്കിങ്ങിനും ബാച്ചിലേഴ്സായിട്ട് പോകുമ്പോൾ ഉള്ള ടെൻറ്റുകൾ, കയാക്കിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ, കുട്ടി കുട്ടി ബോട്ടുകൾ, ഇത് വേണ്ട കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഡെക്കാത്ലോൺ പോകുമ്പോൾ അവിടുത്തെ വിഷ്വൽസൊക്കെ ഞാൻ എടുത്തിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ കൊച്ചിയിൽ നിന്ന് നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. പുക്കാട്ടുപടി, പെരുമ്പാവൂർ, കോതമംഗലം, നേര്യമംഗലം, അടിമാലി, മൂന്നാർ. ഇതാണ് കേട്ടോ നമ്മുടെ റൂട്ട്. യൂഷ്വലി എല്ലാവരും പോകുന്നത് ഈ റൂട്ട് തന്നെയാണ്, എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നെല്ലിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒട്ടുമിക്ക ഷോപ്സും ഫേർണിച്ചർ ഷോപ്സാണ്. അപ്പോൾ ഒരു ഫർണിച്ചറിൻ്റെ ഗ്രാമം തന്നെ എന്ന് നമുക്ക് പറയാം. എല്ലാ ഷോപ്പിലും അടിപൊളിയായിട്ടുള്ള ഫേർണിച്ചേഴ്സ്, അത് നല്ലൊരു റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ അവിടെ കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി മോഡൽസ്, പലതരം ഫേർണിച്ചേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ മൂന്നാർ റൂട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ നിർത്തി അതൊക്കെ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അപ്പം ഞങ്ങൾ എന്തായാലും എനിക്കൊരു ബുക്ക് ഷെൽഫ് വേണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി അതിന് വേണ്ടി തന്നെ സെപ്പറേറ്റ് ഒരു യാത്ര പോകണം എന്നാണ് വിചാരിക്കുന്നത്. ഈ ട്രിപ്പിൻ്റെ ഇടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സമയമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പ് നമുക്ക് പിന്നീട് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ പയ്യെ നമ്മുടെ റോഡിൻ്റെ ടെറൈനും കൂടുതൽ മരങ്ങളും ഒക്കെ കണ്ടു തുടങ്ങിയല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഭൂപ്രകൃതി എല്ലാം ഒക്കെ അങ്ങോട്ട് മാറും. നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇനി നമുക്ക് വരാനിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, കൂടുതലും മരങ്ങളും എല്ലാം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത് നേര്യമംഗലമൊക്കെ എത്തുമ്പോൾ ഉള്ള ഒരു പാലമാണ്. ഈ പാലമൊക്കെ കഴിഞ്ഞ് വേണം ചീയപ്പാറ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾസ് ഉണ്ടാവും. അത് കുറച്ച് മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ഇപ്പം ഞങ്ങൾ പോയ സമയത്ത് വെള്ളമൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ഇതാ കണ്ടില്ലേ, വഴിയെല്ലാം ഇപ്പം കുറച്ചുകൂടി നാരോ റോഡ്സാണ്. നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് തന്നെ പോകണം. അതുപോലെ കുറച്ച് മലകളും എല്ലാം മരങ്ങളും ഒക്കെ കൂടുതലാണ്, എല്ലാം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ ശരിക്കും നമ്മുടെ മുന്നിലൊരു വലിയ വണ്ടിയൊക്കെ വന്നു പെട്ടാൽ ഓവർടേക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മളിങ്ങനെ സ്റ്റക്കാവും. കാരണം എതിരെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കും, ഒട്ടും വീതിയില്ലാത്ത റോഡാണല്ലോ. സൈക്കിളിലും ബൈക്കിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് മൂന്നാറിലോട്ട് പോകുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സൈക്കിൾ യാത്രകൾ ഒത്തിരി കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ ഒരുപാട് ബൈക്കേഴ്സും, അത് പെൺകുട്ടിയോടും ഉണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ. അപ്പോൾ അതും ഇപ്പോൾ ഒരു ട്രെൻഡാണെന്ന് തോന്നുന്നു. മൂന്നാർ എത്തിയിട്ടുണ്ട്. ഈ ഒരു ബ്രിഡ്ജ് കടന്ന് പോയിട്ട് ഇതിൻ്റെ അടുത്താണ് അബാദ് കോപ്പർ കാസിൽ എന്ന് പറയുന്ന ഹോട്ടൽ. നമ്മൾ അവിടെയല്ല നിൽക്കുന്നത്, നമ്മളത് തൊട്ടടുത്ത ദിവസം അവിടെയാണ് സ്റ്റേ ചെയ്തത്. ഇപ്പം നമ്മൾ പോകുന്നത് ദേശാടൻ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലോട്ടാണ്. അത് ഹയസ്റ്റ് പോയിൻറ്റിലാണെന്ന് പറയുന്നു ആ റിസോർട്ട് മൂന്നാറിലെ. അത്യാവശ്യം നല്ല പൊക്കത്താണ് കേട്ടോ. അങ്ങോട്ടുള്ള റോഡ് ഇച്ചിരി പണിയാണ്, കാരണം കുത്തനെയുള്ള റോഡാണ്. നമ്മുടെ കാറൊക്കെ ഇടയ്ക്ക് നിന്ന് പോയപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു.
ഇതാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഒത്തിരി ആളൊന്നും ഉണ്ടായിരുന്നില്ല. മിക്കവാറും അവർ റൂമിലോട്ട് ഓർഡർ ചെയ്യാൻ കേട്ടോ ആളുകൾ ചെയ്യുന്നത്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിലിരുന്നാണ് കഴിച്ചത്. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ആദ്യം ഓർഡർ ചെയ്തത് നല്ലൊരു സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ്. പിന്നെ നമ്മൾ ചപ്പാത്തിയും ചിക്കൻ അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ട് ലാസ്റ്റ് ഒരു നല്ലൊരു ലെമൺ ടീയും കുടിച്ചു. നല്ല റിഫ്രഷിംഗ് ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ഈ റിസോർട്ടിലൊരു നല്ലൊരു ടോൾ പോയിൻ്റ് ഉണ്ട്, ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ്. അപ്പോൾ ജസ്റ്റ് ഒരു ട്രെക്കിംഗ് പോലെ അവിടെ പോയി നിന്ന് ഒരു ചെറിയ അരിക്കലാമ്പൊക്കെ കത്തിച്ച് വെച്ചിട്ട് നല്ല രസമായിരുന്നു. നല്ലൊരു വൈബായിരുന്നു അവിടെ പോയി ഇരിക്കുമ്പോൾ. നല്ല തണുപ്പുണ്ടായിരുന്നു. ജാക്കറ്റ് ഇട്ടുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ആ ഒരു രാത്രി ആ ഒരു ടോൾ പോയിന്റിൽ പോയിരിക്കുമ്പോൾ. അപ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ രാത്രി അത്ര ഭംഗിയൊന്നും തോന്നിയില്ല കേട്ടോ. പക്ഷെ രാവിലെ എനിക്ക് നമ്മുടെ ബാൽക്കണിയിൽ ചെന്ന് നിന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കാരണം നല്ല ടോൾ പോയിന്റിലല്ലേ ഇത് നിൽക്കുന്നത്. അപ്പോൾ തന്നെ ഒരുപാട് മരങ്ങളും ചുറ്റിനും ഒരുപാട് മരങ്ങളും ആ മലയൊക്കെ നന്നായിട്ട് കാണാനും പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള വിഷ്വൽസും ഭംഗിയുള്ള ഒരു അറ്റ്മോസ്ഫിയറും നല്ല ശാന്തതയും ഫീൽ ചെയ്തിരുന്നു കേട്ടോ. ഇത്ര നേരം എടുത്തിരുന്നേ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ കുഞ്ഞു കുഞ്ഞു ഒരു ഹോൾസിൽ കൂടെ, അതായത് ബറോസിൽ കൂടെ റാബിറ്റ് അതിനകത്ത് പോവും വരും. അതൊക്കെ നമുക്ക് ശരിക്കും അവിടെ നിന്നാൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര രസമുള്ളൊരു കാഴ്ച. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. നല്ല ക്യൂട്ടായിട്ടുള്ള റാബിറ്റ്സ്. അവർ പുറത്ത് വരും, എന്തെങ്കിലുമൊക്കെ ഫുഡ് അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ ഫുഡൊക്കെ കഴിക്കും. പിന്നെ അവർക്കൊരു പേടിയും ഇല്ല കേട്ടോ. നമ്മളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എപ്പോഴും ഈ ആൾക്കാർ വരുന്നതൊക്കെ അവരതിന് യൂസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു റാബിറ്റ്സിനെ കാണാൻ. കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ കുട്ടികൾ ഈ വീഡിയോസ് കണ്ടിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു റാബിറ്റ്സിനെ കണ്ടിട്ട്. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി. നല്ലൊരു പോസിറ്റീവ് വൈബുള്ള ഒരു ബാൽക്കണിയാണ് കേട്ടോ. പൊതുവേ നമ്മൾ ഈ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമുള്ള ഭംഗിയും, പിന്നെ മൂന്നാറിലാണെങ്കിൽ നല്ലോണം പൂക്കളും. രാവിലെ തന്നെ നമുക്ക് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. അപ്പവും മുട്ടക്കറിയായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ പോകുമ്പോൾ ദോശയൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പവും മുട്ടക്കറിയും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അന്നത്തെ ദിവസം. ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് അന്നത്തെ ദിവസം ഭയങ്കര രസമാണല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ചായ കിട്ടി. ചായ എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ മൂന്നാർ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ചായയും നല്ല രസമാണ്. അപ്പോൾ തലേ ദിവസം പോയ ആ വ്യൂ പോയിൻ്റ് ഇല്ലേ, അവിടേക്ക് രാവിലെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. തലേ ദിവസം കണ്ട അവിടെ നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ അത്. എന്ത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കി. നല്ല ഭംഗിയില്ലേ കാണാൻ. അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണിത്. അവിടെ കുറച്ച് ടയറൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു അടിപൊളി വൈബാണ് കേട്ടോ അവിടെ ചെന്നിരിക്കുമ്പോൾ. അപ്പോൾ അവിടെ നിന്ന് പോകണമെന്നേ ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ റിസോർട്ടിൽ പോയ സ്ഥലങ്ങൾ കാണാൻ പോകുന്നതിനേക്കാളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു രസമാണല്ലേ. ഭയങ്കര ഒരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നും നമ്മളുടെ ഈ ഡെയിലി തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ്. അപ്പോൾ ഈ കോവിഡ് ടൈം ആകുമ്പോൾ നമുക്ക് ഒരുപാട് യാത്രയൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും കൂടി നമുക്കിങ്ങനെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ചെറിയ ചെറിയ യാത്രയെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ആ വ്യൂ പോയിൻ്റിൽ നിന്ന് കുറച്ചും കൂടി അങ്ങ് മേലോട്ട് നമുക്ക് കയറി പോകാൻ പറ്റും. ഒരു കുട്ടി ട്രെക്കിംഗ് ഒക്കെ പോലെ. അപ്പോൾ നല്ല രസമാണ് അങ്ങോട്ട് കയറിയൊക്കെ പോകാൻ. കുറച്ച് നാരങ്ങയുടെ മരമൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ കാണാനൊക്കെ വേണ്ടി നമുക്കൊന്ന് കയറി പോവാം. അപ്പോൾ ഞാൻ നമ്മുടെ അവിടെ നിന്നും കൊണ്ടുള്ള ഒരു 365 ഡിഗ്രി വ്യൂ ഇങ്ങനെ എടുക്കുകയാണ്. ഫുള്ളിങ്ങനെ ഒരു സൈഡ് മരങ്ങളും ഒരു സൈഡ് മലയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ.
പാമ്പാണോ? പാമ്പുണ്ടാവോ? പിന്നെ ഞാനും ദേ ആ കുഞ്ഞ് ട്രക്കിങ്ങിൽ കൂടെ അങ്ങ് കയറുകയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ പാമ്പുണ്ടാവോ, കല്ലുണ്ടാവോ, ഉരുണ്ട് വീഴോ, അതിൻ്റെ ഇടയിൽ ഇതേ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഉരുണ്ട് വീഴോ ഇങ്ങനെയുള്ള പേടിയൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും നല്ല രസമായിരുന്നു അങ്ങ് കയറിപ്പോവാൻ വേണ്ടി. നല്ല ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല രസമായിരിക്കും. ഇതൊരു കുട്ടി ട്രക്കിംഗ് ആണ്, മിനി പാക്കേജ്. അപ്പോൾ കുറേ കഷ്ടപ്പെടുകയൊന്നും വേണ്ട, എന്നാൽ അത്യാവശ്യം ഒരു ട്രക്കിങ്ങിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു. നിങ്ങൾക്ക് നാരങ്ങ ഉണ്ടാക്കിയെടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഇങ്ങനെ മരത്തിൽ നമ്മുടെ ചെറുനാരങ്ങയല്ല, വലിയ നാരങ്ങ, വലിയ ടൈപ്പ് നാരങ്ങയില്ലേ, അതായിരുന്നു. പിന്നെ നമ്മൾ ആ വ്യൂ പോയിന്റിൽ നിന്ന് താഴോട്ട് ഇറങ്ങി ഇതാ റിസോർട്ടിലെ റെസ്റ്റോറൻറ്റിലോട്ടുള്ള വഴിയാണ്. നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സൊക്കെ പടർത്തി വെച്ചേക്കുന്നതുണ്ടോ. ഇതാ ഇത് മുന്നേ കണ്ട റാബിറ്റ് ആണോ എന്നറിയില്ല, വേറെ ഒത്തിരി റാബിറ്റ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും ഒട്ടും പേടിയില്ല കേട്ടോ. നമ്മളെ കണ്ടിട്ടൊന്നും ഒരു മൈൻഡും ഇല്ല. അവർ സുഖമായിട്ടിരുന്ന് ക്യാരറ്റിൻ്റെ ഇലയാന്ന് തോന്നുന്നു, അതിരുന്ന് അടിപൊളിയായിട്ട് കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. അതുപോലെ തന്നെ മുകളിൽ കൂട്ടിലും ദേ 2 ആൾക്കാരുണ്ട്. അപ്പോൾ ഒരുപാട് റാബിറ്റ്സ് ഉള്ള ഒരു അടിപൊളി റിസോർട്ട്. കുറേ ലവ് ബേർഡ്സും കിളികളും പ്രാവുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഈ കുട്ടി കിളികളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. നല്ല രസമല്ലേ അതിനെ കാണാൻ. അതുപോലെ മൂന്നാർ എവിടെ നോക്കിയാലും നിറയെ ഫ്ലവേഴ്സാണ്. എങ്ങനെയൊക്കെ വെച്ച് കൊടുത്താലും നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് ആ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. അടുത്ത ദിവസം അബാദിൻ്റെ കോപ്പർ കാസിൽ എന്ന് പറഞ്ഞ ഹോട്ടലാണ് കേട്ടോ നിന്നത്. നല്ലൊരു ഹോട്ടലാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും പിന്നെ ടോപ്പ് സ്റ്റേഷനിലോട്ടുള്ള യാത്രയും യാത്രയിലെ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചയും ഇതൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. പിന്നെ ഇന്നത്തെ ട്രാവൽ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ വ്ളോഗ് ചെയ്യാൻ എനിക്കതൊരു ഇൻസ്പിറേഷനായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ പുതിയ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾ കാത്തിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. ബൈ.